നമസ്കാരം. ദേശീയ തലസ്ഥാന മേഖലയുടെ വ്യോമയാന അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വെറുമൊരു കൂട്ടിച്ചേർക്കൽ മാത്രമല്ല നോയിഡയിലെ ജേവർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ പ്രദേശം കാലങ്ങളായി കാത്തിരുന്ന വലിയൊരു സാമ്പത്തിക മാറ്റത്തിൻ്റെ തുടക്കമാണ്. വസ്തുക്കളുടെ ആവശ്യകത പുനർനിർണ്ണയിക്കുന്നതിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിലും ഒരു കാലത്ത് ദില്ലിയുടെ അതിർത്തി പ്രദേശമായി മാത്രം കരുതിയിരുന്ന ഒരു കോറിഡോറിൻ്റെ ദീർഘകാല വളർച്ചാപാത രൂപപ്പെടുത്തുന്നതിലും ഈ പദ്ധതി ഇന്ന് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ വൻകിട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വിപണിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. വിമാനത്താവളങ്ങൾ കേവലം യാത്രക്കാരുടെ തിരക്ക് മാത്രമല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് അവയ്ക്ക് ചുറ്റും വലിയൊരു സാമ്പത്തിക ആവാസ വ്യവസ്ഥ തന്നെയാണ് കെട്ടിപ്പടുക്കുന്നത്. അവ വ്യവസായങ്ങളെ ആകർഷിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ എല്ലാത്തരം ആവശ്യകതകളെയും ക്രമേണ ഉണർത്തുകയും ചെയ്യും. ജേവാർ ഇപ്പോൾ അത്തരമൊരു വലിയ മാറ്റത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. വലിയ വികസന സാധ്യതകൾ മുൻനിർത്തിയാണ് ജേവാർ വിമാനത്താവളം വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിമാനത്താവളമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇതിനോടൊപ്പം ഒരു റൺവേയും വിശാലമായ ടെർമിനലും പ്രതിവർഷം 2.5 ലക്ഷം മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കാർഗോ ടെർമിനലും ഉണ്ടാകും. എന്നാൽ വരും ദശാബ്ദങ്ങളിൽ 70 മുതൽ 120 ദശലക്ഷം വരെ യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള 5-6 റൺവേകളുള്ള ഒരു സമ്പൂർണ്ണ വിമാനത്താവളമായി ഇത് മാറും. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനം എന്നതിലുമുപരി NCRൻ്റെ സാമ്പത്തിക സ്രോതസ്സായി ജേവാർ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കോറിഡോറിൻ്റെ സാമ്പത്തിക ശേഷിയിലുള്ള ദീർഘകാല സ്ഥാപന നിക്ഷേപകരുടെ വിശ്വാസമാണ് ഇത് കാണിക്കുന്നത്. വിമാനത്താവളത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് അതിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന വിപുലമായ കണക്ടിവിറ്റി പദ്ധതികളാണ്. ദില്ലി മുംബൈ എക്സ്പ്രസ് വേയുമായി വിമാനത്താവളത്തെ ബന്ധിപ്പിക്കുന്ന 6 വരി ജേവാർ ഫരീദാബാദ് എക്സ്പ്രസ് വേയുടെ നിർമ്മാണം ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. പൽവാലിനെ നോയിഡ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയും ഉടൻ യാഥാർത്ഥ്യമാകും. ഇതിനു പുറമെ ഗാസിയാബാദിൽ നിന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിമാനത്താവളത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന RRTS പദ്ധതിയും വരാനിരിക്കുന്നുണ്ട്. ഈ ഗതാഗത സംവിധാനങ്ങളെല്ലാം വിമാനത്താവളത്തിൻ്റെ പരിധി വിപുലമാക്കുകയും കൂടുതൽ യാത്രക്കാരെയും ബിസിനസ്സുകാരെയും തൊഴിലാളികളെയും നിക്ഷേപകരെയും ഇവിടേക്ക് ആകർഷിക്കുകയും ചെയ്യും. യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഗ്രേറ്റർ നോയിഡയിലെയും യമുന എക്സ്പ്രസ് വേ കോറിഡോറിലെയും പാർപ്പിട മേഖലയുടെ വളർച്ച പരിശോധിച്ചാൽ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവിടെ ആവശ്യക്കാർ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. വിമാനത്താവളത്തിൻ്റെ വരവോടെ ഈ വസ്തുക്കളുടെ ലഭ്യതയും നിർമ്മാണവും കൂടുതൽ വേഗത്തിലായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഗ്രേറ്റർ നോയിഡയിലെ പുതിയ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായത്. ജേവാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ വേഗത കൈവന്നതോടെയാണ് ഈ വിപണിയിൽ വൻ മുന്നേറ്റം ഉണ്ടാകുന്നത് പോലും. വിപണിയിലെ വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും വിൽപ്പന നിരക്കും വളരെ ശക്തമായി തുടരുന്നു. പുതിയ നിർമ്മാണങ്ങളെക്കാൾ വേഗത്തിലാണ് ഇവിടെ വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്നത്. ഇത് കേവലം ഒരു താൽക്കാലിക വിലക്കയറ്റമല്ല, മറിച്ച് യഥാർത്ഥ ഉപഭോക്താക്കളുടെയും നിക്ഷേപകരുടെയും ശക്തമായ ആവശ്യകത ഇവിടെ നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. തുടക്കത്തിൽ വിമാനത്താവളത്തിന് സമീപമുള്ള പ്ലോട്ടുകൾക്കായിരിക്കും കൂടുതൽ ഡിമാൻഡ് എങ്കിലും താമസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടെ ഫ്ലാറ്റുകൾക്കും വീടുകൾക്കും കൂടുതൽ സ്വീകാര്യത ലഭിക്കും. ചരക്ക് നീക്കവും വ്യാവസായിക ലോജിസ്റ്റിക് മേഖലയുമാണ് ഇവിടെ ഏറ്റവും സജീവമാകാൻ പോകുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതുവരെ ഈ മേഖലയ്ക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വിമാനത്താവളം തുറക്കുന്ന ദിവസം മുതൽ തന്നെയുള്ള കാർഗോ പ്രവർത്തനങ്ങളും എയ്ഡ വിഭാവനം ചെയ്ത വ്യവസായ ക്ലസ്റ്ററുകളും ഇതിന് കരുത്തു പകരും. മാസ്റ്റർ പ്ലാൻ പ്രകാരം സെക്ടർ 8 വലിയൊരു ലോജിസ്റ്റിക് വെയർഹൗസിംഗ് ഹബ്ബാണ് ഒരുക്കുന്നത്. വെയർഹൗസുകൾക്ക് പുറമെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും വൻകിട ഉൽപ്പാദന യൂണിറ്റുകൾക്കുമായി പ്രത്യേക പ്ലോട്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. കൊറിയൻ, ജാപ്പനീസ് വ്യവസായ നഗരങ്ങൾ പോലെ നിർമ്മാണശാലകളും തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളും വാണിജ്യ സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന സംയോജിത വ്യവസായ നഗരങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകളും മെഡിക്കൽ ഡിവൈസ് പാർക്കുകളും വഴി കേവലം ഒരു ചരക്കു നീക്ക കേന്ദ്രം എന്നതിനുമപ്പുറം വൈവിധ്യമാർന്ന ഒരു വ്യാവസായിക കേന്ദ്രമായി ജേവാർ മാറും. ഹോട്ടൽ, റീറ്റെയിൽ മേഖലകൾക്കും വിമാനത്താവളത്തിൻ്റെ സാന്നിധ്യം പെട്ടെന്ന് തന്നെ ഗുണം ചെയ്യും. യാത്രക്കാരുടെ എണ്ണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഹോട്ടൽ വ്യവസായത്തിന് ഇവിടെ വലിയ സാധ്യതകളാണുള്ളത്. ഇതിനായി പ്രത്യേക ഹോട്ടൽ പ്ലോട്ടുകൾ തന്നെ മാറ്റിവെച്ചിട്ട് പോലുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ ഹോട്ടൽ ശൃംഖലകൾ വിമാനത്താവള ടെർമിനലിന് തൊട്ടടുത്തായി ലക്ഷറി പ്രോജക്റ്റുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. റീറ്റെയിൽ മേഖലയുടെ വികസനം കുറച്ചുകൂടി ക്രമാനുഗതമായിരിക്കും.
ഹൈവേ യാത്രക്കാരെ ലക്ഷ്യമിട്ടുള്ള കടകളും വലിയ പ്രോജക്റ്റുകൾക്കുള്ളിലെ വാണിജ്യ സ്ഥാപനങ്ങളുമായിരിക്കും ആദ്യഘട്ടത്തിൽ വരിക. പ്രദേശത്ത് താമസക്കാരും ജീവനക്കാരും കൂടുന്നതിനനുസരിച്ച് വലിയ മാളുകളും ഷോപ്പിംഗ് സെൻ്ററുകളും സജീവമാകും. വലിയ തോതിലുള്ള കോർപ്പറേറ്റ് ഓഫീസ് സ്പേസുകളുടെ വികസനവും ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. ജനസാന്ദ്രത വർദ്ധിക്കുകയും യാത്രാ സൗകര്യങ്ങൾ പൂർണ്ണമാവുകയും ഒരു സ്വയംഭരണ തൊഴിൽ ആവാസ വ്യവസ്ഥ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ വലിയ IT പാർക്കുകളും ഓഫീസുകളും ഇവിടെ സജീവമാകൂ. എങ്കിലും നോയിഡ, ഗുരുഗ്രാം തുടങ്ങിയ വികസിത നഗരങ്ങളെ അപേക്ഷിച്ച് യമുന എക്സ്പ്രസ് വേയിലും എയ്ഡ കോറിഡോറിലെയും വാണിജ്യ ഭൂമിയുടെ കുറഞ്ഞ വില ഡെവലപ്പർമാരെ ആകർഷിക്കുന്നുണ്ട്. ഈ വിലക്കുറവ് തുടക്കത്തിൽ നിക്ഷേപം നടത്തുന്നവർക്ക് വലിയ നേട്ടമാകും. ആദ്യഘട്ടത്തിൽ കമ്പനികളുടെ സ്വന്തം ക്യാമ്പസുകളൊക്കെ ആയിരിക്കും വരിക. പിന്നീട് ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് വാടകയ്ക്ക് നൽകാവുന്ന വലിയ ഓഫീസ് കെട്ടിടങ്ങളും ഉയരും. ജേവർ വിമാനത്താവളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് സ്വാധീനത്തെ അതിൻ്റെ നിലവിലെ പ്രവർത്തനശേഷി മാത്രം വെച്ച് വിലയിരുത്തുന്നത് തെറ്റായിരിക്കും. ഇത്തരം വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ പൂർണ്ണമായ മൂല്യം പ്രകടമാകാൻ സമയമെടുക്കും. മികച്ച കണക്ടിവിറ്റി, വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾ, വൻകിട സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം, ഉപഭോക്തൃ വിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ മൂല്യം പല മടങ്ങായി വർദ്ധിക്കും. ജേവാർ വിമാനത്താവളത്തിൻ്റെ വരവ് ഈ കോറിഡോറിൻ്റെ വരും ദശാബ്ദങ്ങളിലെ വികസന പ്രയാണം കുറിക്കുന്നതാണ്. NCR മേഖല മുൻപും വിമാനത്താവള കേന്ദ്രീകൃത വികസനങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും ജേവാർ അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമാണ്. വ്യക്തമായ പ്ലാനിംഗ്, ബഹുതല ഗതാഗത സംവിധാനങ്ങൾ, കൃത്യമായ സർക്കാർ പിന്തുണ എന്നിവയാണ് ഈ വിപണിയെ ശക്തമായ അടിത്തറയിൽ വളരാൻ സഹായിക്കുന്നത്. നിക്ഷേപകർക്കും ഡെവലപ്പർമാർക്കും മുന്നിലുള്ള ചോദ്യം ഈ പ്രദേശം വളരുമോ എന്നതല്ല, മറിച്ച് ഈ വളർച്ചാ ചക്രത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് തങ്ങൾ പങ്കാളിയാകേണ്ടത് എന്നത് മാത്രമാണ്. ദേശീയ തലസ്ഥാന മേഖലയിൽ ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗർ ജില്ലയിൽ യാഥാർത്ഥ്യമാകുന്ന നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ ജേവാർ വിമാനത്താവളം കേവലം ഒരു വ്യോമയാന പദ്ധതിയായി മാത്രം കാണാൻ സാധിക്കില്ല, മറിച്ച് ഏഷ്യൻ ഭൂരാഷ്ട്ര തന്ത്രത്തിലും സാമ്പത്തിക മേഖലയിലും ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായൊരു ചുവടുവെപ്പാണ്. ഒരു രാജ്യം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ അത് അയൽ രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിരോധ താല്പര്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ജേവാർ പ്രോജക്റ്റ്. നേരിട്ടുള്ള ഒരു സൈനിക പ്രതിരോധ സംവിധാനം എന്നതിലുപരി ഇന്ത്യയുടെ നിർമ്മാണശേഷിയും ആഗോള വിതരണ ശൃംഖലയിലെ മേധാവിത്വവും ദക്ഷിണേഷ്യയിലെ തന്ത്രപരമായ സ്വാധീനം ഉയർത്തുന്നതിലൂടെയാണ് ഈ വിമാനത്താവളം ചൈനയ്ക്കും പാകിസ്ഥാനും ഒരേ സമയം വലിയ വെല്ലുവിളിയായി മാറുന്നത്. നയതന്ത്ര തലത്തിലും ജിയോ പൊളിറ്റിക്കൽ തലത്തിലും ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിന് ജേവാർ വിമാനത്താവളം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. ആഗോളതലത്തിൽ ഉൽപ്പാദന നിർമ്മാണ മേഖലകളിൽ ചൈന കാലങ്ങളായി നിലനിർത്തുന്ന കുത്തക അവസാനിപ്പിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് ജേവാർ വിമാനത്താവളം വലിയ വേഗത നൽകുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. കോവിഡിന് ശേഷമുള്ള ആഗോള സാഹചര്യത്തിൽ പല വൻകിട അന്താരാഷ്ട്ര കമ്പനികളും തങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകൾ ചൈനയിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചൈന +1 എന്നറിയപ്പെടുന്ന ഈ തന്ത്രത്തെ പൂർണ്ണമായും ഇന്ത്യക്ക് അനുകൂലമാക്കാൻ ജേവാറിന് സാധിക്കും. വിമാനത്താവളത്തോട് അനുബന്ധിച്ച് വരുന്ന യമുന എക്സ്പ്രസ് വേ വ്യവസായ മേഖലയിൽ സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ വൻകിട നിർമ്മാണ ക്ലസ്റ്ററുകളാണ് സ്ഥാപിക്കുന്നത്. ചൈനയിലെ ഫാക്ടറികളെ ആശ്രയിച്ചിരുന്ന പല ആഗോള കമ്പനികളും ഇന്ത്യയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും വേഗത്തിലും കുറഞ്ഞ ചെലവിലും അന്താരാഷ്ട്ര വിപണിയിലേക്ക് ചരക്കു നീക്കം നടത്താൻ ജേവാറിലെ അതിവിശാലമായ കാർഗോ ഹബ്ബ് സഹായിക്കും. ഉൽപ്പാദന രംഗത്തെ ചൈനയുടെ ആഗോള പദവിക്ക് ഇത് വലിയൊരു ആഘാതമായിരിക്കും. കേവലം ഒരു യാത്രാ കേന്ദ്രം എന്നതിനും അപ്പുറം ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കാർഗോ ലോജിസ്റ്റിക് ഹബ്ബായിട്ടാണ് ജേവാർ വിമാനത്താവളം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതാണ് ചൈനയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ഘടകം. ചൈനയിലെ ഷാങ്ഹായ്, ഗോങ്ഷു തുടങ്ങിയ വലിയ വിമാനത്താവളങ്ങളോടും അവിടുത്തെ ചരക്കു നീക്ക സംവിധാനങ്ങളോടും നേരിട്ട് മത്സരിക്കാൻ തക്ക ശേഷി ജേവാറിനുണ്ടാകും. അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ചരക്ക് വിമാനങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ സർവീസ് നടത്താനും ഉത്തരേന്ത്യയിലെയും മധ്യ ഇന്ത്യയിലെയും വലിയ വ്യാവസായിക ഇടനാഴികളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ഈ വിമാനത്താവളം വഴി തുറക്കും. ഏഷ്യൻ മേഖലയിലെ ചരക്കു നീക്കത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും വലിയൊരു പങ്കും ചൈനയുടെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തുന്നതോടെ സാമ്പത്തിക പരമാധികാര രംഗത്ത് ഭാരതത്തിൻ്റെ സ്ഥാനം കൂടുതൽ ഭദ്രമാകും. അയൽ രാജ്യമായ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജേവാർ വിമാനത്താവളം അവരുടെ സാമ്പത്തിക തകർച്ചയുടെയും നയതന്ത്ര ഒറ്റപ്പെടലിൻ്റെയും ആഴം വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറും. അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മയും ആഭ്യന്തര പ്രതിസന്ധികളും കാരണം പാകിസ്ഥാൻ്റെ വ്യോമയാന ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ആഗോള നിക്ഷേപകരെയും വ്യവസായ പ്രമുഖരെയും ആകർഷിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുമ്പോൾ ജേവാറിൻ്റെ സാന്നിധ്യം ഇന്ത്യയെ കൂടുതൽ സുരക്ഷിതത്വവും അത്യാധുനികവുമായ നിക്ഷേപ സൗഹൃദ രാജ്യമായി ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടും. ചൈനയുടെ വായ്പകളെ ആശ്രയിച്ച് പാകിസ്ഥാൻ നിർമ്മിച്ച ഗ്വാദർ തുറമുഖവും അതിനോടനുബന്ധിച്ചുള്ള സാമ്പത്തിക ഇടനാഴിയും വിഭാവനം ചെയ്ത വിജയം കാണാതെ
ഉഴലുമ്പോഴാണ് ഇന്ത്യ തനതായ ശേഷിയിൽ ഇത്തരം വലിയ പദ്ധതികൾ പൂർത്തിയാക്കുന്നത്. ഇത് ദക്ഷിണേഷ്യയിലെ സാമ്പത്തിക ശക്തി സന്തുലിതാവസ്ഥ പൂർണ്ണമായും ഇന്ത്യക്ക് അനുകൂലമാക്കും. ജേവാർ ഒരു സിവിലിയൻ വിമാനത്താവളമാണെങ്കിലും അതിൻ്റെ സൈനിക തന്ത്രപരമായ പ്രാധാന്യം തള്ളിക്കളയാൻ സാധിക്കില്ല. ചൈനയുമായുള്ള വടക്കൻ അതിർത്തികളിലോ പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തികളിലോ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാൻ തക്ക മികച്ചൊരു ബാക്കപ്പ് സംവിധാനമായി ജേവാർ മാറും. 5-6 റൺവേകളും കോടിക്കണക്കിന് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കാർഗോ ടെർമിനലുകളും ഉള്ളതിനാൽ കനത്ത ഭാരമുള്ള സൈനിക ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടം താവളമാക്കാൻ കഴിയും. ദില്ലിക്ക് സമീപമുള്ള ഹിൻഡൻ വ്യോമസേന താവളത്തിന് പുറമെ മറ്റൊരു വലിയ താവളമായി ജേവാറിനെ മാറ്റാൻ സാധിക്കുന്നത് അതിർത്തി മേഖലകളിലേക്ക് അതിവേഗം സൈനിക സാമഗ്രികളും സൈനികരെയും എത്തിക്കുന്നതിന് ഇന്ത്യയെ സഹായിക്കും. ചൈനയുടെയും പാകിസ്ഥാനെയും പ്രതിരോധ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഇത് ഇന്ത്യക്ക് കൂടുതൽ കരുത്തുന്നു പകരും. ചുരുക്കത്തിൽ നോയിഡയിലെ ജേവർ അന്താരാഷ്ട്ര വിമാനത്താവളം കേവലം ഇന്ത്യയുടെ ആഭ്യന്തര വികസനത്തിന്റെ പ്രതീകം മാത്രമല്ല, അത് ചൈനയുടെ സാമ്പത്തിക മേധാവിത്വത്തിനും പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ തന്ത്രങ്ങൾക്കും ഒരേ സമയം കൃത്യമായ മറുപടി നൽകാൻ കെൽപ്പുള്ള ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ ശക്തമായ പ്രഖ്യാപനമാണ്. ലോകത്തെ ഏറ്റവും വലിയ വിപണിയും നിർമ്മാണ കേന്ദ്രവുമായ ഇന്ത്യ മാറുന്നതോടെ ചൈന പാകിസ്ഥാൻ സഖ്യത്തിന് ഏഷ്യൻ മേഖലയിലുള്ള സ്വാധീനം സ്വാഭാവികമായും കുറയും. ഈ രീതിയിൽ നോക്കുമ്പോൾ ഭൂരാഷ്ട്രതന്ത്രപരമായും സാമ്പത്തികമായും ചൈനയ്ക്കും പാകിസ്ഥാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ഏൽക്കുന്ന ഏറ്റവും വലിയ നിശബ്ദ തിരിച്ചടികളിൽ ഒന്നാണ് ജേവാർ വിമാനത്താവളം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.